ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു യോഗട്ട് കേക്കാണ്. ഇത് സൂപ്പർ ഈസി എന്ന് പറയാം. കാരണം ഇത് ഉണ്ടാക്കാനായിട്ട് ജസ്റ്റ് പ്രിപ്പറേഷന് വേണ്ടിയിട്ട് വെറും 5 മിനിറ്റ്സ് മാത്രം മതി. നിങ്ങൾക്ക് ഇത്ര ഈസി ആയിട്ടുള്ള ഒരു റെസിപ്പി നിങ്ങൾക്ക് വേറെ കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. അപ്പം നമ്മുടെ യോഗട്ട് കേക്കിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇനി ആ ബൗളിലോട്ട് ഞാൻ 3 മുട്ട പൊട്ടിച്ചിട്ട് ഇടുകയാണ്. ഇതിന് വേണ്ടിയിട്ട് ഞാൻ 3 മുട്ടയാണ് എടുത്തിരിക്കുന്നത്. അതുപോലെ ഇതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. ഇനി ഞാൻ അതിലോട്ട് വാനില എക്സ്ട്രാക്റ്റിൻ്റെ പൗഡർ ഇട്ട് കൊടുക്കുകയാണ്. അതിനുശേഷം ഞാൻ ഹാഫ് മെഷർമെൻറ്റിൻ്റെ കപ്പിലാണ് ഞാൻ ഗ്രീക്ക് യോഗട്ട് എടുക്കുന്നത്. അത് ഞാൻ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി അതിനുശേഷം നമുക്കിതെല്ലാം ഒന്ന് നല്ലോണം യോജിപ്പിച്ചെടുക്കാം. ഈ കേക്ക് വളരെ പെട്ടെന്ന് തന്നെ 5 മിനിറ്റ് മാത്രം മതി ഇതിൻ്റെ പ്രിപ്പറേഷൻ ടൈം. അതിനുള്ളിൽ നിങ്ങൾക്ക് പ്രിപ്പറേഷൻ മാത്രം 5 മിനിറ്റും ബാക്കി ഒരു 45 മിനിറ്റ്സ് അല്ലെങ്കിൽ 30 മിനിറ്റ്സിനുള്ളിൽ നിങ്ങൾക്ക് കേക്ക് റെഡിയാവുന്നതാണ്. ഇത്ര ഈസി ആയിട്ടുള്ള പ്രിപ്പറേഷനുള്ളൊരു കേക്ക് വേറെ ഉണ്ടാവത്തില്ല. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക ഈ കേക്ക്. അപ്പോൾ അത് നല്ലോണം മിക്സ് ആയിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലോട്ട് ഒരു നാരങ്ങ എടുത്തിട്ട് അതിൻ്റെ തൊലി ഭാഗം, അതായത് ആ യെല്ലോ കളർ മാത്രം ഒന്ന് ചീകി എടുക്കുകയാണ്. കാരണം അത് ആ നാരങ്ങൻ്റെ ആ ഒരു ഫ്ലേവർ കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഞാനത് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ആ യെല്ലോ കളറിലെ ഇത് മാത്രമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇനി ഞാൻ അതിലോട്ട് കുറച്ച് ബേക്കിംഗ് പൗഡർ, മെഷർമെൻ്റ് എല്ലാം താഴെ എഴുതിയിട്ടുണ്ട്, നിങ്ങൾ ചെക്ക് ചെയ്യുക. ഇതും കൂടി ചേർത്തിട്ട് ഞാൻ നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നതാണ്. അതിനുശേഷം ഞാൻ പൊടിച്ചു വെച്ചിരിക്കുന്ന പഞ്ചസാര 1/2 കപ്പ് ഇട്ട് കൊടുക്കുകയാണ്. ഞാൻ ഇതിൻ്റെ അകത്ത് 1 കപ്പാണ് ഇട്ട് കൊടുക്കുന്നത്. ഹാഫ് ആയിട്ട് 2 പ്രാവശ്യമായിട്ടാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. ഇനി ഞാൻ എടുത്തു വെച്ചിരിക്കുന്ന ബാക്കി ഒരു ഹാഫും കൂടി ഇതിലോട്ട് ഇട്ട് കൊടുക്കുകയാണ്. അതും കൂടി നല്ലോണം യോജിപ്പിച്ചെടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഇത് പഞ്ചസാര യോജിച്ചായിരുന്നു. അപ്പോൾ അതിനുശേഷം ഞാൻ അതിലോട്ട് ഓൾ പർപ്പസ് ഫ്ലവറും ഒരു 1/2 കപ്പ് ഇട്ട് കൊടുക്കുകയാണ്. ഇനി അതും ഒന്ന് നല്ലോണം മിക്സ് ചെയ്ത് ചേർക്കാം നമുക്ക്. ഇനി എടുത്തു വെച്ചിരിക്കുന്ന ബാക്കി ഒരു ഹാഫും കൂടി ഞാൻ ഇതിലോട്ട് ഇപ്പോൾ ഇട്ട് കൊടുക്കാം. അത് നല്ലോണം മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. ഈ കേക്ക് വളരെ മോയ്സ്ചർ ആയിട്ടുള്ളൊരു കേക്കാണ്. നിങ്ങൾക്ക് 4 മണിക്ക് ചായേൻ്റെ കൂടെ എല്ലാം ഇത് വളരെ ഒരു ചൂടോടെ തന്നെ കഴിക്കാനായിട്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കേക്കാണ്. അപ്പോൾ അത് നല്ലോണം മിക്സ് ആയിട്ടുണ്ട്. ഇനി ഞാൻ അതിലോട്ട് കുറച്ച് ഉപ്പിട്ട് ഒരു പിഞ്ച് ഉപ്പിട്ട് കൊടുക്കുകയാണ് ഞാൻ. ഇനി അത് നല്ലോണം ഞാൻ മിക്സ് ചെയ്ത് ചേർക്കുകയാണ്. ഇനി ഞാൻ ഇതിലോട്ട് ഒരു 1/2 കപ്പ് മെഷർമെൻറ്റിൽ ഞാൻ വെജിറ്റബിൾ ഓയിൽ ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി അതൊന്ന് നല്ലോണം മിക്സ് ചെയ്യാം.
ഇപ്പം നിങ്ങൾക്ക് തന്നെ കാണാം കേക്കിൻ്റെ ടെക്സ്ചർ നല്ല ഒരു സ്മൂത്തി ആയിട്ടുള്ളൊരു ടെക്സ്ചർ വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് കേക്കിൻ്റെ ബാറ്റർ നമുക്കൊരു ട്രേയിലോട്ട് ആക്കണം. വളരെ സ്മൂത്തി ആയിട്ട് അതെല്ലാം ഒന്ന് നല്ലവണ്ണം തന്നെ മിക്സ് ആയിട്ടുണ്ട്. ഇനി ഞാനിവിടെ ഒരു പാൻ എടുത്തിട്ടുണ്ട്. അതിലോട്ട് ഞാൻ ഇത്തിരി നീളമുള്ള പാനാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇനി അതിലോട്ട് ഞാൻ വെജിറ്റബിൾ ഓയിൽ കുറച്ച് ഒഴിച്ചിട്ട് അത് ഗ്രീസ് ചെയ്ത് കൊടുക്കുകയാണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ബട്ടർ ഇടാവുന്നതാണ്. ഞാനിവിടെ വെജിറ്റബിൾ ഓയിൽ വെച്ചിട്ട് തന്നെയാണ് ഗ്രീസ് ചെയ്യുന്നത്. ഇതും ഞാനൊരു 4 o'clock ഒരു ചായൻ്റെ കൂടെ കഴിക്കാനുള്ളത് കാരണമാണ് ഞാൻ ഈ വലിയ ട്രേ എടുത്തിരിക്കുന്നത്. ഒരു ടീ കേക്ക് പോലെ ആക്കാനായിട്ടാണ്. അതിനുശേഷം ഞാൻ അതിലോട്ട് കുറച്ച് ഓൾ പർപ്പസ് ഫ്ലവർ ഇട്ടിട്ട് അതൊന്ന് കോട്ട് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ കേക്ക് ട്രേ ഒന്ന് കോട്ട് ചെയ്തിട്ടുണ്ട് ഞാൻ. ഇനി അതിലോട്ട് ഞാൻ എടുത്തു വെച്ചിരിക്കുന്ന മിക്സ് ഇട്ട് കൊടുക്കുകയാണ്. ഇനി നമ്മുടെ ഓവൻ ഓൾറെഡി 180 degrees ഞാൻ പ്രീഹീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു 10 minutes. ഇനി അതിലോട്ട് ഞാൻ ഒരു 30 to 45 minutes ഞാനിപ്പോൾ ഈ കേക്ക് ബാറ്റർ എടുത്ത് വെക്കുകയാണ്. അപ്പോൾ നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് വളരെ ഇഷ്ടപ്പെടുന്ന ഒരു വിഭവമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടുന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ കമൻറ്റുകൾ എന്നെ അറിയിക്കുക. താങ്ക് യു.